നൃത്തത്തിൽ നിന്നും അഭിനയത്തിലേക്ക് ചുവടുവച്ച നടിയാണ് മഞ്ജു വാര്യർ. കലാതിലകമായി സ്കൂൾ കാലഘട്ടത്തിലെ മലയാളിയുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലേക്ക് എത്തിയതിനു ശേഷം പ്രമുഖ നടനായ ദിലീപുമായിട്ട് മഞ്ജു വാര്യർ വിവാഹിതയാവുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇരുവർക്കും കൂടെ ഒരു മകൾ പിറക്കുകയും ചെയ്തു. മകൾക്ക് അവർ മീനാക്ഷി ദിലീപ് എന്ന് പേര് നൽകുകയും ചെയ്തു. വർഷങ്ങൾക്ക് ഇപ്പുറം ഇരുവരും വേർപിരിയുകയും ചെയ്തു. കോടതി മുറിയിൽ നിന്നും നിറഞ്ഞ കണ്ണുകളുമായിട്ട് അന്നിറങ്ങിപ്പോയ മഞ്ജുവിനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല എന്ന് വേണം പറയാൻ. എല്ലാം നഷ്ടമായി ഒരു ലൈസൻസ് മാത്രം എടുത്തുകൊണ്ടായിരുന്നു മഞ്ജു ദിലീപിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിയത്. ശേഷം ജീവിതത്തിലേക്കുള്ള തിരിച്ചുപിടിക്കലിന്റെ ഘട്ടങ്ങളായിരുന്നു മഞ്ജുവിന്. വലിയ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന മഞ്ജു എല്ലാം തിരിച്ചു പിടിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഇന്ന് മഞ്ജു വാര്യർ സജീവ സാന്നിധ്യം തന്നെയാണ്. 10 വർഷം മുൻപ് മഞ്ജു എങ്ങനെയായിരുന്നുവെന്നും ഇപ്പോൾ 2025 വന്നു നിൽക്കുമ്പോൾ മഞ്ജു എങ്ങനെയാണ് എന്നും ആരാധകർ വീണ്ടും ചർച്ച ചെയ്യുകയാണ്. മഞ്ജുവിന്റെ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. മഞ്ജുവിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സൗന്ദര്യത്തിലായാലും സ്വഭാവത്തിലായാലും. എന്നാൽ മികച്ച രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് മഞ്ജുവിന് സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത്. അതിൽ ആരാധകർക്കും വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. എല്ലാം നഷ്ടപ്പെട്ട് ദിലീപിൽ നിന്നും വേർപിരിഞ്ഞ മഞ്ജു വാര്യർ പിന്നീട് ഓരോന്നായി തിരിച്ചു പിടിക്കുകയായിരുന്നു. മഞ്ജുവിന്റെ തിരിച്ചുപിടിക്കലിനെ മലയാളികളും കൂട്ടുനിൽക്കുകയായിരുന്നു. എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മഞ്ജു. എല്ലാത്തിനും ഒപ്പമുണ്ടായത് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മഞ്ജുവിന്റെ സഹപ്രവർത്തകർ തന്നെയായിരുന്നു. എല്ലാത്തിൻ്റെയും ഒടുവിൽ മഞ്ജു ഇന്ന് വീണ്ടും ലേഡി സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ ശ്രദ്ധ നേടുകയാണ്. ഇതിനോടൊപ്പം തന്നെ മഞ്ജുവും ദിലീപും വേർപിരിയാനുണ്ടായ കാരണങ്ങൾ തിരക്കിക്കൊണ്ട് പല ആരാധകരും പല അവതാരകരും രംഗത്തെത്തിയിരുന്നു. ഏത് അഭിമുഖത്തിലായാലും ഏത് വേദിയിലായാലും തന്റെ ആദ്യ ഭർത്താവിനെ മോശം വരുന്ന രീതിയിൽ ഒരു വാക്കുപോലും മഞ്ജു ഇന്നും അന്നും വ്യക്തമാക്കിയിട്ടില്ല. അത് പറയാനും കേൾക്കാനും ദുഃഖമുണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു മഞ്ജു പലപ്പോഴായിട്ടും പല വേദികളിലും ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. ഇപ്പോൾ ഇതാ വീണ്ടും ആ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ചോദിക്കുമ്പോഴും അതിനൊക്കെ തന്നെയും മൗനം പാലിക്കുകയാണ് മഞ്ജു. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മഞ്ജു ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ്. നൃത്തവും സിനിമയും അഭിനയവും മറ്റുമായി മഞ്ജു വാര്യർ ഇന്ന് തിരക്കിലാണ്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ മഞ്ജു തൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ടിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നു എന്ന് പറഞ്ഞേ മതിയാകും.